പ്രൗഢഗംഭീര സദസ്സിനെ സാക്ഷി നിർത്തി ഫോമയുടെ അന്തർദേശീയ കൺവെൻഷന് തിരിതെളിഞ്ഞു. ഡൊമിനിക്കൽ റിപ്പബ്ലിക്കിൽ 3 ദിവസം നീണ്ടുനിൽക്കുന്ന കൺവെൻഷൻ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൈയയച്ച് സംഭാവന ചെയ്തിട്ടുള്ള സംഘടനയാണ് ഫോമയെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അഭിപ്രായപ്പെട്ടു. വൻ ദുരന്തമുണ്ടായ വയനാടിന് അടിയന്തര സഹായം നൽകുന്നതിനും പുനർനിർമ്മാണ ശ്രമങ്ങൾക്കും ഫോമ എല്ലാ പിന്തുണയും ഉറപ്പുനൽകുമെന്ന് ഫോമ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. വയനാടിനൊരു കൈത്താങ്ങ് എന്ന പേരിലുള്ള പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. വയനാട് ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളെ സഹായിക്കാൻ ഫോമ വീടുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം.എൽ.എ. അഭ്യർത്ഥിച്ചു. ഫോമ പ്രവർത്തനങ്ങളുടെ മാർഗരേഖ ജനറൽ സെക്രട്ടറി ഓജസ് ജോൺ അവതരിപ്പിച്ചു. മുൻ DGP ടോമിൻ തച്ചങ്കരി, റവറന്റ് ഡോക്ടർ പോൾ പൂവത്തുങ്കൽ, സാജ് ഗ്രൂപ്പ് ചെയർമാൻ സാജൻ വർഗീസ്, സംവിധായകൻ കെ. മധു, ചലച്ചിത്ര സീരിയൽ താരം സ്വാസിക, കൺവെൻഷൻ ചെയർമാൻ കുഞ്ഞുമാലിയിൽ എന്നിവർ പ്രസംഗിച്ചു. അടുത്ത ടീമിലേക്കുള്ള ഫോമയുടെ ഭാരവാഹികളെ ഇന്ന് നടക്കുന്ന ഇലക്ഷനിൽ തെരഞ്ഞെടുക്കും. 24 USA